നമസ്കാരം. അറേബ്യ ദിസ് വീക്കിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. UAE, ഖത്തർ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളുമായുള്ള സൗഹൃദ ബന്ധം ഊട്ടിയുറപ്പിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ ഗൾഫ് സന്ദർശനം പൂർത്തിയായത്. ഇന്ത്യക്കാർക്ക് ഗുണകരമാകുന്ന നിരവധി കരാറുകളാണ് ഈ സന്ദർശനത്തിനിടെ യാഥാർത്ഥ്യമായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UAE, ഖത്തർ സന്ദർശന വിശേഷങ്ങളിലേക്കാണ് ഇത്തവണ അറേബ്യ ദിസ് വീക്ക് ആദ്യം കടക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളുമായി സൗഹൃദ ബന്ധം ഊട്ടിയുറപ്പിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UAE, ഖത്തർ സന്ദർശനം പൂർത്തിയായത്. 3 ദിവസമാണ് ഇരു രാജ്യങ്ങളിലുമായി പ്രധാനമന്ത്രി ചിലവഴിച്ചത്. പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ശേഷം 7ാം തവണയും 8 മാസത്തിനിടെ 3ാം തവണയുമാണ് പ്രധാനമന്ത്രി UAE-ലെത്തിയത് എന്ന പ്രത്യേകതയുണ്ട്. 2016 ശേഷം ഇതാദ്യമായാണ് പ്രധാനമന്ത്രി ഖത്തറിലെത്തിയത്. അബുദാബിയിൽ വിമാനമിറങ്ങിയ പ്രധാനമന്ത്രിയെ UAE പ്രസിഡന്റ് ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ നേരിട്ടെത്തിയാണ് സ്വീകരിച്ചത്. തുടർന്ന് ഇരുവരും അബുദാബി ഖസർ അൽ വതൻ കൊട്ടാരത്തിൽ ചർച്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, വിദ്യാഭ്യാസം തുടങ്ങി ഉഭയകക്ഷി സഹകരണത്തിന്റെ വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളുമായി പുതിയ കരാറുകൾക്കും ബന്ധങ്ങൾക്കും വഴിവെക്കുന്നതായിരുന്നു സന്ദർശനത്തിലെ ഓരോ തീരുമാനങ്ങളും. 10,000-കണക്കിന് ആളുകൾ പങ്കെടുത്ത അഹ്ലൻ മോദി പരിപാടിയായിരുന്നു പ്രധാനമന്ത്രിയുടെ ആദ്യ ദിവസത്തെ പ്രധാന പരിപാടി. ഇതിൽ പങ്കെടുക്കാനായി രാവിലെ മുതൽ UAE-യുടെ വിവിധ എമിറേറ്റുകളിൽ നിന്ന് 1000-കണക്കിന് ആളുകൾ അബുദാബി സായിദ് സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിൽ എത്തിച്ചേർന്നിരുന്നു. വന്ദേ മാതരവും അഹ്ലൻ മോദി വിളികളും ആർപ്പ് വിളികളും ഉയർന്ന സ്റ്റേഡിയം പ്രാർത്ഥനാ സമയങ്ങളിൽ ഒഴികെ ശബ്ദമുഖരിതമായിരുന്നു. പ്രഭാഷണത്തിൽ അടുത്ത വർഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിലേക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൂചന നൽകി. 3ാമത് അധികാരത്തിലെത്തിയാൽ ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറുമെന്നത് മോദി ഗ്യാരണ്ടിയാണെന്നായിരുന്നു പ്രഖ്യാപനം. പ്രധാനമായും ഇന്ത്യ UAE സൗഹൃദവും പ്രവാസികളെ ചേർത്ത് പിടിച്ചുള്ള പ്രസംഗവുമായിരുന്നു പ്രധാനമന്ത്രി നടത്തിയത്. അതോടൊപ്പം 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കി മാറ്റുമെന്നും നരേന്ദ്രമോദി അഹ്ലൻ മോദി പരിപാടിയിൽ വെച്ച് പറഞ്ഞു. അതായത് മോദി ഗ്യാരണ്ടി, വികസിത ഭാരതം എന്നീ മുദ്രാവാക്യങ്ങൾക്കൊപ്പം 3ാമതും മോദി എന്നുള്ള വിളംബരം കൂടിയായി മാറി അബുദാബിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത അഹ്ലൻ മോദി പരിപാടി. मोदी ने अपने तीसरे टर्म में भारत को तीसरे नंबर की इकोनॉमी बनाने की गारंटी दी है. और मोदी की गारंटी यानी गारंटी पूरा होने की गारंटी. പ്രവാസികൾ ഇന്ത്യയുടെ അഭിമാനമാണെന്ന് മലയാളമടക്കം 4 ഭാഷകളിലും പ്രധാനമന്ത്രി പറഞ്ഞു. അറബിയിലും പ്രസംഗിച്ച് പ്രധാനമന്ത്രി പ്രവാസികളെ ആവേശം കൊള്ളിച്ചു. അൽ ഹിന്ദ് ബൽ ഇമാറാത്ത്
बी कलम अल जमान वल किताब अदुनिया नकुत्बो हिसाब अली मुस्तकलब अब्दल व सदा का बीना अल हिंद वल इमारत हिया सरवतना अल मुस्तरा का फिल हकीका नहनु फी बदैया साइदाली मुस्त कबल जईदा। मैंने अरबी में बोलने की कोशिश की है। ഇന്ത്യയും UAEയും തമ്മിലാണ് കൂടുതൽ കരാറുകൾ ഈ യാത്രക്കിടെ യാഥാർത്ഥ്യമായത്. ഡിജിറ്റൽ രംഗത്ത് സഹകരണം വർദ്ധിപ്പിക്കുക എന്നതാണ് ഇന്ത്യയും UAEയും തമ്മിൽ ഇത്തവണ ഒപ്പിട്ട കരാറുകളിൽ പ്രധാനം. അതോടൊപ്പം ഇന്ത്യയിൽ സൂപ്പർ കമ്പ്യൂട്ടർ ക്ലസ്റ്റർ, ഡാറ്റാ സെന്റർ എന്നിവ സ്ഥാപിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഗുജറാത്തിൽ നാഷണൽ മാരിടൈം ഹെറിറ്റേജ് കോംപ്ലക്സുമായി UAE സഹകരിക്കാനും ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് വ്യാപാര ഇടനാഴിക്കായി യോജിച്ച് പ്രവർത്തിക്കാനും ഇരു രാജ്യങ്ങളും തീരുമാനത്തിലെത്തിയിരുന്നു. ഒപ്പം ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമായ റൂപേയും UAEയുടെ AANIയും തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള സുപ്രധാന നടപടിയും ഈ സന്ദർശനത്തിൽ കൈക്കൊണ്ടു. അബുദാബിയിലെ ഡൽഹി IITയിൽ പുതിയ കോഴ്സ് തുടങ്ങുമെന്നും ജബൽ അലി മേഖലയിൽ ഭാരത് മാർട്ട് തുറക്കുമെന്നും അധികൃതർ അറിയിച്ചു. ഇന്ത്യയിലെ ചെറുകിട ഇടത്തരം സംരംഭകർക്ക് വ്യാപാരം നടത്താൻ സഹായിക്കുന്നതായിരിക്കും ഭാരത് മാർട്ട്. ലോക സർക്കാർ ഉച്ചകോടിയിൽ പങ്കെടുക്കവെയാണ് ഭാരത് മാർട്ടിന്റെ തീരുമാനം പ്രഖ്യാപിച്ചത്. അതോടൊപ്പം ദുബായിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ആശുപത്രിക്കും തുടക്കമിടും. ഇന്ത്യയിൽ നിന്നുള്ള തൊഴിലാളികൾക്ക് കുറഞ്ഞ ചെലവിൽ ചികിത്സ ലഭ്യമാക്കുന്നതിനാണ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ആശുപത്രി തുടങ്ങുന്നത്. UAEയിൽ നിന്ന് നേരെ ഖത്തറിലെത്തി ഖത്തർ അമീറുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് തിരിച്ചത്. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ശിലാക്ഷേത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE സന്ദർശനത്തിനിടെ ഭക്തർക്ക് സമർപ്പിച്ചു. UAEയുടെ സഹിഷ്ണുതയുടെയും സാഹോദര്യത്തിന്റെയും കൂടി തെളിവാണ് അബുദാബി അബു മുറൈഖയിലെ BAPS ഹിന്ദു മന്ദിർ. അബുദാബി അബു മുറൈഖയിലെ ഈ മരുഭൂമിയുടെ നടുവിൽ ഉയർന്നു നിൽക്കുന്ന ഈ ഒരു ഹിന്ദു ക്ഷേത്രം സഹിഷ്ണുതയുടെയും സഹോദര്യത്തിന്റെയും മാനവിക ഐക്യത്തിന്റെയും അതുല്യ കാഴ്ചയ്ക്ക് കൂടിയാണ് വഴിയൊരുക്കുന്നത്. അബുദാബി സർക്കാർ സൗജന്യമായി നൽകിയ ഈ 27 ഏക്കർ സ്ഥലത്ത് ഉയർന്ന ക്ഷേത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭക്തർക്ക് സമർപ്പിച്ചു. ക്ഷേത്രത്തിലെത്തിയ മോദിയെ BAPS ഹിന്ദു മന്ദിറിന്റെ പ്രൊജക്ട് തലവൻ സ്വാമി ബ്രഹ്മവിഹാരി ദാസും സ്വാമി ഈശ്വർ ചരണും ചേർന്ന് സ്വീകരിച്ചു.
സഹിഷ്ണുത സഹവർത്തിത്വ മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാൻ, ബോളിവുഡ് നടന്മാരായ അക്ഷയ് കുമാർ, വിവേക് ഒബ്രോയ്, ഗായകൻ ശങ്കർ മഹാദേവൻ തുടങ്ങിയ വിശിഷ്ട വ്യക്തിത്വങ്ങളും ആയിരക്കണക്കിന് ഭക്തരും പരിപാടിയിൽ പങ്കെടുത്തു. ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമേ ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് പ്രവേശനമുണ്ടായിരുന്നുള്ളൂ. ചടങ്ങുകളിലേക്ക് എത്താനായതിലെ സന്തോഷം ഓരോരുത്തരും പങ്കുവച്ചു. അല്ലേ ഒരു ഹിസ്റ്റോറിക് മൊമെൻ്റ് അല്ലേ, നമുക്കൊക്കെ വിറ്റ്നസ് ചെയ്യാൻ പറ്റി. ആൻഡ് പല നാട്ടിൽ നിന്നും ആൾക്കാർ എത്തിയിട്ടുണ്ടായിരുന്നു. സോ വി ഫീൽ റിയലി ബ്ലെസ്ഡ്. ആൻഡ് പ്രത്യേകിച്ച് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ജിയും പിന്നെ കുറേ സെലിബ്രിറ്റീസും ആൻഡ് എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ മോസ്റ്റ്ലി നമ്മുടെ ഒരു ബിഗ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി നമ്മളെല്ലാവരുടെയും ഒരു കൂട്ടായ്മയായിട്ട് ഇങ്ങനത്തെ ഒരു അമ്പലത്തിൽ വരുമ്പോൾ തോന്നി. ഐ തിങ്ക് ലക്കി ഇനി ഒരു ജനറേഷൻസോളം വരുമ്പോഴും അവർക്കിതൊക്കെ നമുക്കും പറയാമല്ലോ, വി വർ പാർട്ട് ഓഫ് ദാറ്റ് എന്ന്. സോ ഫീലിംഗ് സോ ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ്. ആൻഡ് ദെൻ ഇതിൻ്റെ ആർക്കിടെക്ചറും ഇറ്റ്സ് സോ വണ്ടർഫുൾ ആൻഡ് യൂണിക്. നമ്മൾ പ്രൈം മിനിസ്റ്റർ ജി പറഞ്ഞ പോലെ ഇവിടെ ദുബായിൽ UAE വന്നാൽ ബുർജ് ഖലീഫ അങ്ങനെ ഐക്കോണിക് പ്ലേസസ് കാണുന്ന ഒരു രീതിയിൽ നമ്മൾ അമ്പലം ഒരു മോണുമെൻ്റ് ആവും. ആൻഡ് ദ വേ ഇറ്റ് ഈസ് ക്രിയേറ്റഡ്, ഐ തിങ്ക് നമുക്ക് ഇതൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഫീലിംഗ് തന്നെ ഇവിടെ ഉണ്ടാവും. ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് ആളുകൾ ദുബായിലെത്തിയിരുന്നു. ഹൃദയം നിറയുന്ന അനുഭവമാണിതെന്ന് അമേരിക്കയിലെ നോർത്ത് കരോലിനയിൽ താമസിക്കുന്ന മലയാളി വ്യവസായി ജെയ്സൺ കൊറിയ പറഞ്ഞു. It's really great to be here. I've been to BAPS in US. They have a couple of them in Atlanta. They have in Raleigh, North Carolina, where I'm from. Really blessed to be here. You know, as they mentioned, it's like it's love built with stones. I hope, you know, the love, the harmony, right, the peace is spread through this message. Thank you. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഇന്ത്യൻ പാരമ്പര്യത്തിന്റെ സവിശേഷതകളെല്ലാം കാണാനാകും വിധമാണ് ക്ഷേത്രത്തിന് നിർമ്മാണം നടത്തിയിരിക്കുന്നത്. ശില്പങ്ങളും ക്ഷേത്ര നിർമ്മാണത്തിനുള്ള കല്ലുകളുമെല്ലാം ഇന്ത്യയിൽ നിന്ന് നേരിട്ടെത്തിച്ചതാണെന്ന പ്രത്യേകതയുമുണ്ട്. 3000-ലധികം ശില്പികൾ പൂർണ്ണമായും കൈകൊണ്ട് നിർമ്മിച്ച മനോഹര ശില്പങ്ങൾ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്ക് ഇപ്പുറം വിസ്മയമായി ഉയർന്നു നിൽക്കുന്നു. UAE-ലെ 7 എമിറേറ്റുകളെ പ്രതിനിധീകരിക്കുന്ന 7 കൂറ്റൻ ഗോപുരങ്ങളാണ് ക്ഷേത്രത്തിലുള്ളത്. ഈ 7 ഗോപുരങ്ങളിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ ആരാധനാ മൂർത്തികളാണ് പ്രതിഷ്ഠകൾ. ഓരോ ഗോപുരത്തിനു ചുറ്റും ഈ ആരാധനാ മൂർത്തികളുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ മനോഹര ശില്പങ്ങളായി കൊത്തിവച്ചിട്ടുമുണ്ട്. അതോടൊപ്പം അറബ് നാടിനോടുള്ള ബന്ധം സൂചിപ്പിക്കുന്ന ശില്പങ്ങളും ലോകത്തെ വിവിധ സംസ്കാരങ്ങളുടെ സവിശേഷതകളും കൊത്തിവച്ചിട്ടുണ്ട്. പുരാതന ആരാധനാലയങ്ങളിൽ എന്ന പോലെ ഇരുമ്പോ സ്റ്റീലോ ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണ ഘട്ടങ്ങളിൽ എവിടെയും ഉപയോഗിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്.  .
I'm very happy to be here in Abu Dhabi for this magnificent function. It's unbelievable what is happening here. It's the most beautiful temple that's come up over here, Swaminarayan Mandir. And I have been associated with the Swaminarayan family for almost 20 years. And I have been singing for them various bhajans for various occasions. And it's been a privilege. And today I've been invited here for the Udghatan of this temple. I'm very honored. Thank you. ജാതിമത അതിർവരമ്പുകൾക്കപ്പുറത്തേക്ക് എല്ലാവർക്കും പ്രവേശനം അനുവദിച്ചിട്ടുള്ള ക്ഷേത്രത്തിൽ സന്ദർശക കേന്ദ്രവും പ്രാർത്ഥനാ ഹാളും സജ്ജമാക്കിയിട്ടുണ്ട്. 8000 മുതൽ 10000 വരെ ആളുകൾക്ക് ഒരേ സമയം ക്ഷേത്രപ്രവേശനം സാധ്യമാകും. മാർച്ച് 1 മുതലാണ് പൊതുജനങ്ങൾക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം സാധ്യമാവുക. കേരളത്തിന്റെ വിവിധ ജില്ലകളിലെ കലയും സംസ്കാരവും കോർത്തിണക്കിയുള്ള വ്യത്യസ്തമായ പരിപാടിക്ക് അബുദാബി സാക്ഷ്യം വഹിച്ചു. അബുദാബി KMCCയുടെ നേതൃത്വത്തിൽ നടന്ന ദി കേരള ഫെസ്റ്റിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി. കേരളത്തിലെ 14 ജില്ലകളുടെ കലയും സംസ്കാരവും കോർത്തിണക്കിയുള്ള വ്യത്യസ്തമായ ഉത്സവത്തിനാണ് അബുദാബി വേദിയായത്. 3 ദിവസങ്ങളിലായി ദി കേരള ഫെസ്റ്റ് എന്ന പേരിൽ നടത്തിയ ഉത്സവത്തിൽ 10,000-ലേറെ പ്രവാസി മലയാളികളാണ് പങ്കെടുത്തത്. പി ബാവ ഹാജി പതാക ഉയർത്തിയതോടെയാണ് കേരള ഫെസ്റ്റിന് തുടക്കമായത്. പ്രവാസികൾക്ക് വിനോദവും വിജ്ഞാനവും പകരുക എന്ന ഉദ്ദേശത്തോടെയാണ് വ്യത്യസ്തമായ പരിപാടി സംഘടിപ്പിച്ചത്. മഴയിൽ കുതിർന്നു നിന്ന അബുദാബിയുടെ തണുത്ത രാത്രികളെ KMCCയുടെ ഫെസ്റ്റ് വർണ്ണാഭമാക്കി. 3 ദിവസമായിട്ട് അബുദാബി സംസ്ഥാന KMCC സംഘടിപ്പിച്ച പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ദി കേരള ഫെസ്റ്റ് എന്ന് പറയുന്ന ഫെസ്റ്റ് അബുദാബി ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ഒരു മഹാഫെസ്റ്റായി ഈ 3 ദിവസവും നടന്നുകൊണ്ടിരിക്കുക. ഇന്ന് അവസാന ദിവസമാണ്. ആദ്യ ദിവസം സൂഫി സംഗീതത്തോടു കൂടി തുടങ്ങി കലാപരിപാടികളും വർണ്ണാഭമായിട്ടുള്ള ഡാൻസുകളും രുചി ഭേദങ്ങളുടെ ഒരു കലവറ ഒരുക്കിക്കൊണ്ട് നമ്മുടെ ഇവിടുത്തെ ബിസിനസ് സ്ഥാപനങ്ങളും അതുപോലെ തന്നെ കലാകാരന്മാരുടെ ഒരു ഒഴുക്ക് നമ്മുടെ പരിപാടികളിൽ മഹാജനക്കൂട്ടം പല ഭാഗങ്ങളിൽ നിന്നായിട്ട് നമ്മുടെ പരിപാടികളിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യ ദിനം വിവിധ ജില്ലകളുടെ കലാസാംസ്കാരിക പരിപാടികളും പ്രശസ്ത സൂഫി കലാകാരന്മാരായ ബിൻസിയും മജ്ബൂറും ചേർന്ന് അവതരിപ്പിച്ച സൂഫി സംഗീതവും അരങ്ങേറി. കേരളത്തിലെ തനതായ രുചിക്കൂട്ടുകൾ ഒരുക്കി തയ്യാറാക്കുന്ന ഫുഡ് സ്ട്രീറ്റ്, പ്രോപ്പർട്ടി ടൂറിസം, വിവിധ വാണിജ്യ സ്ഥാപനങ്ങളടക്കം ഉൾപ്പെടെ 30-ലേറെ വരുന്ന സ്റ്റോളുകളും ഫെസ്റ്റിനോടനുബന്ധിച്ച് ഒരുക്കിയിരുന്നു. കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള തനി നാടൻ രുചിക്കൂട്ടുകൾ ആസ്വദിക്കാൻ പ്രവാസികൾ കുടുംബസമേതമാണ് എത്തിയത്. അബുദാബി കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ഫെസ്റ്റാണ് കഴിഞ്ഞ 2 ദിവസം ഇവിടെ നടന്നിരിക്കുന്നത്. ഏകദേശം 10,000-ൽ പരം ആളുകളാണ് ഇസ്ലാമിക് സെൻറ്ററിൻ്റെ അകവും പുറവും നിറഞ്ഞ് നിന്ന് ഈ പരിപാടി വീക്ഷിച്ചത്. നമ്മൾ പുറത്തടക്കം ഡിജിറ്റൽ സ്ക്രീൻ അടക്കം സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു. അകത്തെ ക്രൗഡ് കാരണം പുറത്തേക്ക് ആളുകൾ തിങ്ങി നിറഞ്ഞപ്പോൾ ആ ഡിജിറ്റൽ സ്ക്രീൻ വഴിയാണ് ആൾക്കാർക്ക് ഇതെല്ലാം ആസ്വദിക്കാനായിട്ട് സാധിച്ചത്. അതോടൊപ്പം കേരളത്തിൻ്റെ തനത് രുചികൾ ആസ്വദിക്കാനായിട്ട് 10ഓളം ഫുഡ് സ്റ്റാളുകൾ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഫെസ്റ്റിൻ്റെ തന്നെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേരളത്തിലെ 14 ജില്ലകളുടെ കലയും സംസ്കാരവും ഭക്ഷണ വൈവിധ്യവും ഒരു കുടക്കീഴിൽ എത്തിക്കുക എന്നുള്ളതായിരുന്നു ഈ ഫെസ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതോടൊപ്പം പ്രവാസി വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡയസ്പോര സബ്മിറ്റാണ് അവസാന ദിവസം ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 2ാം ദിവസം പുതിയ കാല മാറ്റങ്ങളും പുത്തൻ ചലനങ്ങളും അടിസ്ഥാനമാക്കി നടന്ന മീഡിയ ഡയലോഗ് പരിപാടിയിൽ ശ്രദ്ധേയമായി. 24 സീനിയർ ന്യൂസ് എഡിറ്റർ ഹാഷ്മി താജ് ഇബ്രാഹിം ഉൾപ്പെടെ മുഖ്യധാര മാധ്യമരംഗത്തെ പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്തു. വാർത്ത, തലക്കെട്ടുകൾ, സൃഷ്ടിയും അവതരണവും എന്ന തലക്കെട്ടിലായിരുന്നു പരിപാടി നടന്നത്. അബുദാബി KMCC പ്രസിഡന്റ് ഷുക്കൂർ അലി കല്ലിങ്കൽ മോഡറേറ്ററായ പരിപാടിയിൽ ഹാഷ്മി താജ് ഇബ്രാഹിം ഉൾപ്പെടെയുള്ളവർ തങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചു. പരമ്പരാഗത മാധ്യമ വിമർശനങ്ങൾക്കൊപ്പം
വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കാലത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുഖേന പടച്ചുവിടുന്ന വ്യാജ വാർത്തകളുടെ കുത്തൊഴുക്കുണ്ടാകുമെന്നും അതിനെ കൂടി കരുതിയിരിക്കണമെന്നും ഹാഷ്മി താജ് ഇബ്രാഹിം പറഞ്ഞു. വ്യവസ്ഥാപിതമായി തന്നെ മാധ്യമങ്ങളുടെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കാനും അതിൻ്റെ വിശ്വാസം നശിപ്പിക്കാനും ആഗോളതലത്തിൽ തന്നെ വലിയ ബോധപൂർവമായ സംഘടിതമായ നീക്കങ്ങൾ നടക്കുമ്പോൾ പരമ്പരാഗതമായ മാധ്യമ വിമർശനം മാത്രം ഇക്കാലത്ത് വിലപ്പോവില്ല എന്നൊരിക്കൽ കൂടി ഞാൻ പറയുകയാണ്. അതിന് പകരമായി എന്താണ് വെക്കുന്നത്? ശരി, ഇനി മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് മൊത്തം വിശ്വാസ്യതാ പ്രശ്നമാണ്. അതിനെ മാറ്റി നിർത്തി അക്കൂട്ടർ പകരം വെക്കുന്നത് സോഷ്യൽ മീഡിയ ആണ്. ഏത് സോഷ്യൽ മീഡിയ? ഈ പറയുന്ന വ്യാജങ്ങളും കള്ളവാർത്തകളും മലവെള്ളം പോലെ കുത്തിവീഴുന്ന സോഷ്യൽ മീഡിയ ആണ് ഇതിന് പകരമായി അവിടെ കൊണ്ടുവെക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ അതാ വരാൻ ഇപ്പോൾ രശ്മിക മന്ദാനയുടെയും സച്ചിൻ ടെണ്ടുൽക്കറുടെയും ഡീപ് ഫേക്ക് വീഡിയോ കണ്ടവർക്കറിയാം. അതൊരു 3-4 തവണ കണ്ടാൽ മാത്രമേ ഇത് രശ്മിക മന്ദാന അല്ലെന്നും ഇത് സച്ചിൻ അല്ലെന്നും മനസ്സിലാവും. AI അവതാറാണ്, AI പടപ്പാണ്. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വരാൻ പോവുകയാണ്. എഴുതി വെച്ചോ, ഈ പറയുന്ന നമ്മുടെ പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രാദേശികമായ നേതാക്കൾ, അവർ മനസ്സിൽ മനസ്സറിവ് പോലും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന മട്ടിൽ വരാൻ പോകുന്നുണ്ട്. ഒരു പിടി AI അവതാർമാർ അവതരിക്കാൻ പോകുന്നു. അതിനെ കണ്ടുപിടിക്കാൻ കഴിയില്ല, അത് ചെക്ക് നടക്കില്ല. ഒന്നും നടക്കാത്ത രീതിയിൽ വ്യാജങ്ങളുടെ കുത്തൊഴുക്ക് വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയ ആണ് മുഖ്യധാരാ മാധ്യമങ്ങൾ മൊത്തം പ്രശ്നമാണെന്ന് വരുത്തി തീർത്ത് അതിനെ മാറ്റി അവിടെ കൊണ്ടുവെക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതടക്കമുള്ള കാര്യങ്ങൾ കൂടി നമ്മുടെ ചർച്ചാ പർവ്യൂവിലേക്ക് വരണം, പരമ്പരാഗത മാധ്യമ വിമർശനത്തിൽ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നമുക്കിനി സംസാരിക്കാം എന്തായാലും. താങ്ക് യു. കേരളത്തിന്റെ വളർച്ചയിൽ പ്രവാസികളും പ്രവാസി പ്രസ്ഥാനങ്ങളും നൽകിയ സംഭാവനകളും കേരളം പോലെ ഇത്രയധികം വാർത്താബോധമുള്ള മറ്റൊരു സമൂഹം ഇന്ത്യയിൽ വേറെയില്ല എന്നും ഓരോ മാധ്യമപ്രവർത്തകരും പ്രത്യേകം പരാമർശിച്ചു. മീഡിയ വൺ എഡിറ്റർ പ്രമോദ് രാമൻ, മനോരമ ന്യൂസ് ചീഫ് പ്രൊഡ്യൂസർ ഷാനി പ്രഭാകരൻ, ഏഷ്യാനെറ്റ് ന്യൂസ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ PG സുരേഷ് കുമാർ, മാധു സജി എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. പ്രവാസികൾക്ക് വേണ്ടി ഉൾപ്പെടെ ശബ്ദമുയർത്തുന്ന മാധ്യമങ്ങൾക്ക് KMCCയുടെ പിന്തുണ അറിയിച്ചാണ് പരിപാടി അവസാനിച്ചത്. KMCC എല്ലാ കാലത്തും ഒരു ജനകീയ സംവിധാനമാണ്. രാഷ്ട്രീയമോ മതജാതികളോ ഒന്നുമില്ലാതെ തന്നെ മനുഷ്യർക്ക് വേണ്ടി നിലകൊള്ളുകയും പൊതുജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കാരുണ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു സംഘടനയാണ് KMCC. അതുകൊണ്ട് തന്നെ എല്ലാ വിഭാഗം മനുഷ്യരും ജാതിമത വ്യത്യാസം കൂടാതെ രാഷ്ട്രീയത്തിൻ്റെ നിറം കൂടാതെ KMCC മുന്നോട്ട് വയ്ക്കുന്ന ഈ ഒരു ഫെസ്റ്റിനെയും അത് വഴി ജനങ്ങളോട് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെയും ഏറ്റെടുത്തു എന്നുള്ളതിൻ്റെ ഒരു നേർസാക്ഷ്യം തന്നെയാണ് അബുദാബിയിലെ വിവിധ സംഘടനകൾ. അത് രജിസ്റ്റേർഡ് സംഘടനകളാവട്ടെ നോൺ രജിസ്റ്റേർഡ് സംഘടനകളാവട്ടെ എല്ലാവരും ഒരേ വേദിയിൽ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തുകയും അവരതിൻ്റെ പ്രാധാന്യത്തോടു കൂടി അത് ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് കാണുന്നത്. വിവിധ പ്രവാസി വിഷയങ്ങൾ ഉയർത്തി 30ഓളം പ്രവാസി സംഘടനകൾ ഒരുമിച്ച ഡയസ്പോറ സമ്മിറ്റും വ്യത്യസ്തമായി. വിമാനയാത്രാ നിരക്ക്, വോട്ടവകാശം, പ്രവാസി വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം തുടങ്ങി വർഷങ്ങളായി പ്രവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഡയസ്പോറ സമ്മിറ്റിൽ ചർച്ച ചെയ്തു. ഇതിൽ ഉരുത്തിരിഞ്ഞ നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സമർപ്പിക്കാനാണ് സംഘടനയുടെ പരിപാടി. അറേബ്യ ദിസ് വീക്കിന്റെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അറേബ്യൻ നാടുകളിലെ കൂടുതൽ കൗതുക കാഴ്ചകളും വിശേഷങ്ങളുമായി അറേബ്യ ദിസ് വീക്ക് അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം. നമസ്കാരം.